മറ്റുള്ള എല്ലാ കർമ്മങ്ങളെക്കാളും കൂടുതൽ നിത്യേന നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നാണ് നിസ്കാരം എന്നു ഞാൻ പറയേണ്ടതില്ല. എപ്പോഴും ചെയ്യുന്നതാണെങ്കിലും അത് സംബന്ധമായ ഒരു ഓർമ്മപ്പെടുത്തൽ സ്വാഭാവികമായും ആ അമൽ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിർവഹിക്കുവാൻ സഹായകമാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. നബിയെ, സമൂഹത്തെ അങ്ങ് ഓർമ്മിപ്പിക്കണം, ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി നിയുക്തനായ ഒരാളാണ് അങ്ങ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഫദക്കിർ ഇൻ നഫഅത്തിദ് ദിക്റ. ഓർമ്മിക്കൽ കേൾക്കുന്ന ആളുകൾക്ക് ഉപകരിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് അല്ലാഹു തആല മറ്റൊരിടത്തും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ, അത് നിർവഹിക്കുന്നവർക്ക് അല്ലാഹു തആല നൽകുന്ന ഇഹപര വിജയങ്ങൾ, ഇതൊക്കെ പല ഘട്ടങ്ങളിലും നാം പറഞ്ഞതും പ്രതിപാദിച്ചതും കേൾക്കുന്നതും അറിയുന്നതുമൊക്കെയാണെങ്കിലും ഈ ഓർമ്മിപ്പിക്കൽ കൂടുതൽ ജാഗ്രതയോടെ നിസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് സഹായകമാകണം എന്നാണ് എനിക്ക് ആമുഖമായി ഉണർത്തുവാനുള്ളത്. സൃഷ്ടികളും അല്ലാഹുവും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നവയാണ് ഇബാദത്തുകൾ. അല്ലാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്യുന്ന മനസ്സോടെ ഏതൊക്കെ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ നാമും അല്ലാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ വിളിയാളമാണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അല്ലാഹുവുമായി നമുക്ക് ബന്ധമുണ്ടാകണം. ജീവനേക്കാൾ സ്നേഹം അല്ലാഹുവിനോടുണ്ടാകണം എന്നാണ് അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ. തീർച്ചയായും മനുഷ്യരെ നാമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. അവന്റെ ഹൃദയാന്തർഭാഗത്ത്, അവന്റെ അന്തരംഗങ്ങൾ മന്ത്രിക്കുന്ന കാര്യങ്ങൾ, മനസ്സ് വാരിയല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. കാരണം ഞാനും അവനും തമ്മിലുള്ള ബന്ധം വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ ജീവനെയും അവനെയും ബന്ധിപ്പിക്കുന്ന കണ്ടനാടിയേക്കാൾ അവനോട് ചേർന്നവനാണ് നാം എന്നാണ് അല്ലാഹു പറയുന്നത്. നമുക്കറിയാവുന്ന എത്രയോ അവയവങ്ങളുണ്ടായിട്ടും കയ്യിനേക്കാൾ, കാലിനേക്കാൾ, ശരീരത്തിലുള്ള മറ്റവയവങ്ങളെക്കാൾ ഒന്നും പറയാതെ അല്ലാഹു തആല അവന്റെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തെയാണ് പരാമർശിച്ചത് എങ്കിൽ ആ ജീവൻ റഹ്മാനായ നാഥന് വേണ്ടി സമർപ്പിക്കേണ്ട ഘട്ടം വരികയാണെങ്കിൽ അതുപോലും നാം ഇബാദത്തിന്റെ ഭാഗമായിട്ട് കാണണം എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെയുള്ള നാം ഓരോരുത്തരും നമ്മുടെ സമയവും സന്ദർഭങ്ങളും എല്ലാ പ്രധാനപ്പെട്ട നമ്മുടെ മുഹൂർത്തങ്ങളും നിസ്കാരം എന്ന ഈ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഏറെ ബാധ്യതയുള്ളവരാണ്. സത്യത്തിൽ നമ്മെ ഇങ്ങനെ ഒരു സമൂഹമാക്കി നിലനിർത്തുന്നതിൽ നിസ്കാരത്തിനുള്ള പങ്ക് ഒരിക്കലും ചെറുതല്ല. ഈ ഒരു അമൽ ഇല്ലായിരുന്നുവെങ്കിൽ കേവലം ഒരു പരന്നു കിടക്കുന്ന സമൂഹമായി മുസ്ലിം സമൂഹം മാറുമായിരുന്നു. അസ്വലാ എന്ന ഈ കർമ്മം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഒരുമിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ കേന്ദ്രങ്ങളായി പള്ളികൾ ഉണ്ടാകുന്നത്, അവിടെ നമ്മൾ നിസ്കാരങ്ങൾക്ക് വേണ്ടി സംഗമിക്കുന്നത്,
സാധാരണ എല്ലാ ദിവസവും സംഗമിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ആഴ്ചയിൽ ഒരു തവണ നിർബന്ധമായിട്ടും അവിടങ്ങളിൽ നമ്മൾ ചേരുന്നത്, നമ്മൾ മഹല്ലുകളായിട്ട് മാറുന്നത്, എല്ലാറ്റിന്റെയും പിന്നിൽ ഈ ഒരു ഇബാദത്താണ് എന്നത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. ഇത് സജീവമായി മനസ്സിന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളുടെയും ആവേശമായി ആനന്ദമായി നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഞാനും നിങ്ങളും പരിപൂർണ വിശ്വാസികളായി മാറുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരു കൽപ്പന മുതൽ നമുക്ക് തുടങ്ങാം. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. ഭൗതികമായ എല്ലാ പ്രതിസന്ധികളിലും പാരത്രികമായി നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന എല്ലാ വിഹ്വലതകളിലും രാജാതിരാജനായ അല്ലാഹു തമ്പുരാനിൽ നിന്ന് നിങ്ങൾ സഹായം തേടേണ്ടത് രണ്ട് ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഉപാധികൾ രണ്ടും നിങ്ങൾക്ക് നിത്യേന പ്രാവർത്തികമാക്കുവാൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഏതാണത്? ബിസ്സബ്രി വസ്സലാഹ്. ഒന്ന് ക്ഷമയാണ്, മറ്റൊന്ന് നിസ്കാരമാണ്. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ അമലുകളിലും എല്ലാ തെറ്റുകുറ്റങ്ങളോടുള്ള താല്പര്യങ്ങളിലും നിങ്ങൾ വിട്ടുനിന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കേണ്ടത് ബിസ്സബ്രി, ഒന്ന് ക്ഷമയോടുകൂടെയാണ്. വലിയ ഒരാഹ്വാനമാണ് അല്ലാഹു തആല ഈ വാക്കിലൂടെ പറയുന്നത്. കാരണം ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഒരു സവിശേഷതയാണ് ഒരു മനുഷ്യൻ ക്ഷമാലുവായി മാറുക എന്നത്. അവൻ ക്ഷമിക്കേണ്ടത് കേവലം പ്രതിസന്ധികളിലും വേദനകളിലും രോഗങ്ങളിലും മാത്രമല്ല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ക്ഷമയുടെ ഭാഗങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇബാദത്തുമായി ബന്ധപ്പെട്ട ക്ഷമകളെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. കാരണം പ്രഭാതത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ അവന്റെ ശരീരത്തെ അവൻ വളരെയധികം മെരുക്കിയെടുക്കണം. തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഉറക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിസ്കാരപ്പായയിലേക്ക് എത്തണമെങ്കിൽ ആ സമയത്ത് ഭയഭക്തിയോടുകൂടെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണമെങ്കിൽ എല്ലാറ്റിനും അനിവാര്യമായ ഒന്നാണല്ലോ ക്ഷമ. റമളാൻ മാസം സമാഗതമായാൽ അന്ന് വരെ എഴുന്നേൽക്കാത്ത സമയത്ത് എഴുന്നേൽക്കണമെങ്കിൽ, അത്താഴം കഴിക്കണമെങ്കിൽ, നിയ്യത്ത് ചെയ്യണമെങ്കിൽ, ഈ പകൽ നീണ്ട സമയങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ, അപ്രകാരം തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ എല്ലാറ്റിനും അനിവാര്യമായ ഒന്നാണ് ക്ഷമ. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകുകയുള്ളൂ. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആ ക്ഷമയുള്ള ഹൃദയമാകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മോട് പറഞ്ഞതും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മല്ലം യർള ബിഖലാഇ വലം യസ്ബിർ അലാ ബലാഇ. എന്റെ വിധി ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഞാൻ നൽകുന്ന പരീക്ഷണങ്ങൾ ക്ഷമാപൂർവം തരണം ചെയ്യാൻ ആരെങ്കിലും തയ്യാറായിട്ടില്ലെങ്കിൽ, അവൻ എന്റെ ഭൂമിയിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളട്ടെ, അവനല്ലാത്ത നാഥനെ തേടിക്കൊള്ളട്ടെ, ഞാനല്ലാത്ത റബ്ബിനെ അവൻ തേടിക്കൊള്ളട്ടെ എന്നെല്ലാം അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ക്ഷമിച്ചുകൊണ്ടാകണം നിങ്ങൾ അല്ലാഹുവിന്റെ ഇഹപര വിജയത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ അത് വളരെ കുറഞ്ഞവരാണ്. ക്ഷമയും സഹനവും ഒന്നാമതായി നമുക്ക് വേണ്ടത് ഈ ഇബാദത്തിന് വേണ്ടിയാണ്. ഏതായാലും ഞാനത് വിശദീകരിക്കുകയല്ല. രണ്ടാമതായി അല്ലാഹു തആല പറയുന്നത് വസ്സലാഹ്. നിസ്കരിച്ചുകൊണ്ടാകണം നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത്.
ഐഹികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്കുള്ള രക്ഷ നിസ്കാരത്തിൽ അഭയം പ്രാപിക്കലാണ്. അള്ളാഹുവിന്റെ റസൂലിന് ജീവിതത്തിൽ എന്തെങ്കിലും വിഹ്വലതയുണ്ടാകുമ്പോ, എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ അവിടുന്ന് നിസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കുമായിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫസിഅഹു അംറുൻ നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് തയ്യാറാകുമായിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ നമുക്ക് സാധ്യമാകുമല്ലോ. മഴയില്ലാതെ ജനങ്ങൾ വല്ലാതെ ക്ഷാമത്തിലായി കഴിഞ്ഞാൽ, തോടുകളും പാടങ്ങളും പറമ്പുകളും വറ്റിക്കഴിഞ്ഞാൽ, മൃഗങ്ങളും പക്ഷികളും പറവകളും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിസ്കരിക്കുവാനും സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന പേരിൽ നിസ്കാരം നിർവഹിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മഴ പെയ്തു, വലിയ കാറ്റടിച്ചു. അപ്രകാരം വലിയ കാറ്റും മഴയും ഇടിയും മിന്നുമെല്ലാം വന്നു കഴിഞ്ഞാൽ അറബികളായ സ്വഹാബികളും അതുപോലെ മദീന നിവാസികളും ആഹ്ലാദഭരിതരായി ഈ മഴ ആഘോഷിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോവുകയും പലപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് സുന്നത്തുകൾ നിസ്കരിക്കുകയും അതിനോടുകൂടെ അള്ളാഹുവിനോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ കാരണം തിരക്കിയപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ആയിഷ, ഈ മഴയും കാറ്റുമെല്ലാം അല്ലാഹു തആല റഹ്മത്താക്കി മാത്രമല്ല ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്, അവന്റെ ശിക്ഷയുടെ ഏറ്റവും വലിയ ഒരു ഭാഗമായിട്ട് ഈ കാറ്റിനെയും മഴയെയും അല്ലാഹു തആല അയച്ചിട്ടുണ്ട് എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമൂഹത്തെയും അല്ലാഹു തആല തകർത്തത് അങ്ങനെയായിരുന്നു.